അതിരറ്റ സ്നേഹത്തിനുറവിടമേ, ഇതുപോലൊരു ദൈവം എങ്ങുമില്ല. ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് തീരുമാനമെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് ഇന്നത്തെ ഗോസ്പൽ ചോദിക്കുന്നത്. യേശു ഇപ്പോൾ ജെറുസലേമിലേക്ക് നടന്നു പോവുകയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ പീഡാസഹനത്തിലേക്ക് നടന്നു പോകുന്നു. അതിനുമുമ്പ് യേശു പറഞ്ഞതൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ഒരു വലിയ ടീച്ചിങ്ങിന് ശേഷം യേശു പോകുമ്പോൾ ഒരുവനൊന്ന് ചോദിക്കുകയാണ്, ഈ രക്ഷ പ്രാപിക്കുന്നവരൊക്കെ ചുരുക്കമാണോ? കാര്യം ഈ ദൈവരാജ്യം എന്നൊക്കെ പറയുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. കാര്യങ്ങൾ ചിലതൊക്കെ മനസ്സിലായി, ചിലതൊക്കെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഡൗട്ടുള്ളത്, കൃത്യമായി പറഞ്ഞിരുന്ന ഈ രക്ഷയുടെ കാര്യത്തിൽ വല്ല നമ്പറും ഉണ്ടോ? അതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? യേശു വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അതിന് ക്വാളിഫൈഡ് ആവും. എന്നാൽ ആരെങ്കിലുമൊക്കെ വിശാലമായ വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ക്വാളിഫൈഡ് ആകില്ല. ഇത് യേശു പറയുമ്പോൾ നമുക്ക് വലിയ പിടുത്തം കിട്ടില്ല. പക്ഷെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം ചില നഗരങ്ങളൊക്കെ വളരെ പ്രത്യേകമായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ കോട്ടകൾ കെട്ടിയാണ് അവർ ചില നഗരങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തത്. കാരണം അതൊരിക്കലും നശിപ്പിക്കപ്പെടരുതെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടകൾ കെട്ടി ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട നഗരങ്ങളിൽ 2 വാതിലുണ്ടായിരുന്നു. ഒന്ന് ഇടുങ്ങിയ വാതിൽ, ഒന്ന് വിശാലമായ വാതിൽ. ഈ വിശാലമായ വാതിലിൻ്റെ പ്രത്യേകത, ആരെങ്കിലുമൊക്കെ കന്നുകാലികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ വിശാലമായ വാതിലൂടെയാണ് പോകുന്നത്. ഒരു കൂട്ടമായിട്ടൊക്കെ ജനങ്ങൾ വരുമ്പോൾ അവരും വിശാലമായ വാതിലൂടെയാണ് പോകുന്നത്. വലിയ വലിയ കച്ചവട സാധനങ്ങളൊക്കെ ഈ വിശാലമായ വാതിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒത്തിരി നമ്പറുള്ളതും കൂട്ടത്തോടെ വരുന്നതൊക്കെ ഈ വലിയ വാതിലൂടെ കടന്നു പോകും. എന്നാൽ ഇടുങ്ങിയ വാതിലുണ്ട്, അതിലൊറ്റയ്ക്ക് നടന്നു പോകുന്നവരാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നവർ ക്യൂ നിന്ന് വേണം പോകാനായിട്ട്. ഒരാൾ പോയിട്ടില്ല അടുത്ത ആൾക്ക് പോകാൻ പറ്റൂ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാനുള്ളതുകൊണ്ട് കാത്തിരുന്ന് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതാണെന്ന് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിക്കണം. പോകാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയുള്ള അതാണ്. വിശാലമായ വാതിലിൻ്റെ പ്രത്യേകത, നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല കയറി ചെല്ലുന്നത്, കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെന്നുള്ള വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് ആ ജനങ്ങൾ കാര്യം മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട വിശുദ്ധിയും നിങ്ങൾ നേടിയെടുക്കേണ്ട സ്വർഗരാജ്യവും ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ കൊണ്ട്, പുണ്യങ്ങൾ കൊണ്ട്, അനുതാപം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ മനുഷ്യരും നടന്നെടുക്കേണ്ട യാത്രയാണ് ദ ഗോസ്പലിൽ പറയുന്നത്. കൂട്ടത്തിലെല്ലാം നേടാമെന്നും കൂട്ടത്തിലെല്ലാം ചെയ്തെടുക്കാമെന്നും ആരും ചിന്തിക്കരുത്. അത് ദൈവരാജ്യത്തിന് ചേർന്ന ഇടമല്ല. അതാണ് യേശു അതിന് ശേഷം പറയുന്നത്. ഈ അകത്ത് കയറുന്നത് ഇടുങ്ങിയ വാതിലൂടെയാണെങ്കിൽ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കയറുന്നതാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ടും നന്മ കൊണ്ടും പുണ്യം കൊണ്ടും മാനസാന്തരം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. കൂട്ടത്തിലൊക്കെ കയറി ചെന്നാൽ അവസാനം നീ അവിടെ ചെന്നിട്ട് പറയും, നിനക്കെന്നെ അറിയില്ലായിരുന്നോ? കർത്താവെ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവ് തിരിച്ചു ചോദിക്കും, നീ ആരാ? എനിക്ക് നിന്നെ അറിയില്ല, നീ ഏതാ? എത്ര വേദനിക്കുന്നൊരു ചോദ്യത്തിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കുറച്ചും കൂടി ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. ഈ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അകത്ത് കയറി നിന്നിട്ട് അവൻ നീ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം കൊടുക്കും? ഈ സുവിശേഷഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഒരു 16-ാമത്തെ വയസ്സിൽ നിന്ന് വീട് വിട്ടിറങ്ങി സെമിനാരിൽ പ്രവേശിച്ച് വൈദികനായി ഒത്തിരി ദേവാലയങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് ശുശ്രൂഷകളൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം സ്വർഗത്തിലെത്തുമ്പോൾ അവൻ നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം കൊടുക്കും? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ കുർബാനയിൽ കൂടിയെന്നും നൊവേന ചൊല്ലിയെന്നും പ്രാർത്ഥനകൾ ഉരുവിട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ക്രിസ്തു അറിയുന്നുണ്ടോ? നമ്മൾ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്തുവിന് നമ്മളെ അറിയാമോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കണം. അങ്ങനെ നമ്മൾ അറിയാമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഇടമാണ് ഇടുങ്ങിയ വാതിൽ. നമ്മൾ നമ്മുടെ ജീവിത യാത്ര കൊണ്ട്, പുണ്യം കൊണ്ട്, വിശുദ്ധി കൊണ്ട് ഓടിക്കയറേണ്ട ഇടമാണ് സ്വർഗരാജ്യം, ക്രിസ്തുവിൻ്റെ ഹൃദയവും. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ നേടിക്കളയാമെന്ന് വെച്ചാൽ അവസാനം നമ്മൾ മുമ്പിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, നീ ആരാണ്? എനിക്ക് നിന്നെ അറിയില്ല. ഇത്രയും കാലം കൂട്ടത്തിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് ദ ഗോസ്പൽ നൽകുന്നൊരു വെളിച്ചം. ഒരു ദിവ്യബലിക്കിടയിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരേ നിമിഷത്തിൽ. പക്ഷേ ചിലരുടെ പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ചെവിയിലെത്തുന്നു എന്നുള്ള ഉറപ്പെന്താണ്? അത് ക്രിസ്തു ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടത്തിനിടയിലൂടെ പോയപ്പോൾ
ഒരു രക്തസ്രാവക്കാരി സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടില്ലേ? അവന് കൃത്യമായി ആ തൊടൽ മനസ്സിലായിട്ടുണ്ട്. ഒത്തിരി പേര് അവൻ്റെ ശരീരത്തെ തൊട്ട് തഴുകിയെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആരോ ഒരാളുടെ സ്പർശനത്തിൽ എന്തോ വ്യത്യാസം ഉണ്ടായപ്പോൾ ആ സ്പർശനത്തിൽ വ്യത്യസ്തത തിരിച്ചറിഞ്ഞു. അവന് ആ സ്പർശനത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒത്തിരി പേര് ക്രിസ്തുവിന് തട്ടിയും തഴുകിയും പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആരോ ഒരാളുടെ തൊടൽ അവനെ വ്യത്യസ്തപ്പെടുത്തണം. അതാണ് ഇടുങ്ങിയ വാതിൽ. അവനുമായുള്ള സ്നേഹബന്ധം, ജീവിതത്തിൽ നേടിയെടുക്കേണ്ട വിശുദ്ധി, പുണ്യങ്ങൾ, കരുണ, ഇതൊക്കെ ആ ഇടുങ്ങിയ വാതിലിൻ്റെ പാതയാണ്. ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ ചെയ്യുന്ന ഓരോ ഇടുങ്ങിയ വാതിലിടയിലും കാത്തിരിക്കുന്ന വിശാലമായൊരിടമുണ്ട്. ഒരു സ്നേഹ വിരുന്നുണ്ട്. ആ വിരുന്നിനിടയിൽ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് നമ്മൾ, ക്രിസ്തുവിൻ്റെ മാത്രമാണ് നമ്മൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയേ ഈശോയേ, നിന്നെ കാണാൻ കൊതിയേറുന്നേ. ഈ ദിവ്യകാരുണ്യം കൈക്കൊള്ളുമ്പോൾ വീണ്ടും കാണാൻ കൊതിയേറുന്നേ. ഈശോയേ ഈശോയേ, നിന്നെ കാണാൻ കൊതിയേറുന്നേ. ഈ ദിവ്യകാരുണ്യം കൈക്കൊള്ളുമ്പോൾ വീണ്ടും കാണാൻ കൊതിയേറുന്നേ. നിന്നെ പോലെ ഭൂമിയിൽ ആരുമില്ല, നിൻ സ്നേഹമെത്രയോ ആവർണ്ണനീയം. നിൻ സ്നേഹം മാത്രം മതി എന്നുള്ളം ആനന്ദിപ്പാൻ. തിരുവോസ്തി നാവിൽ അലിഞ്ഞിടുമ്പോൾ തിരുമാംസമെന്നിൽ ലയിച്ചിടുന്നു. സ്വയം ശൂന്യമായി മാറുന്നൊരീശോയേ, ഇതുപോലൊരു അത്ഭുതം വേറെയില്ല. തിരുവോസ്തി നാവിൽ അലിഞ്ഞിടുമ്പോൾ തിരുമാംസമെന്നിൽ ലയിച്ചിടുന്നു. സ്വയം ശൂന്യമായി മാറുന്നൊരീശോയേ, ഇതുപോലൊരു അത്ഭുതം വേറെയില്ല. നിന്നെ പോലെ ഭൂമിയിൽ ആരുമില്ല, നിൻ സ്നേഹമെത്രയോ ആവർണ്ണനീയം. നിൻ സ്നേഹം മാത്രം മതി എന്നുള്ളം ആനന്ദിപ്പാൻ. ഈശോയേ ഈശോയേ, നിന്നെ കാണാൻ കൊതിയേറുന്നേ. ഈ ദിവ്യകാരുണ്യം കൈക്കൊള്ളുമ്പോൾ വീണ്ടും കാണാൻ കൊതിയേറുന്നേ. തിരുവീഞ്ഞു തുള്ളി ഞാൻ നുകർന്നിടുമ്പോൾ തിരുരക്തമായി എന്നിൽ നിറഞ്ഞിടുന്നു. അതിരറ്റ സ്നേഹത്തിനുറവിടമേ, ഇതുപോലൊരു ദൈവം എങ്ങുമില്ല. തിരുവീഞ്ഞു തുള്ളി ഞാൻ നുകർന്നിടുമ്പോൾ തിരുരക്തമായി എന്നിൽ നിറഞ്ഞിടുന്നു. അതിരറ്റ സ്നേഹത്തിനുറവിടമേ, ഇതുപോലൊരു ദൈവം എങ്ങുമില്ല. ഈശോയേ ഈശോയേ, നിന്നെ കാണാൻ കൊതിയേറുന്നേ. ഈ ദിവ്യകാരുണ്യം കൈക്കൊള്ളുമ്പോൾ വീണ്ടും കാണാൻ കൊതിയേറുന്നേ. നിൻ
പോലെ ഭൂവിൽ ആരുമില്ല. നിൻ സ്നേഹമെത്ര